ഹായ് ഓൾ, എല്ലാവർക്കും മാഷും ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ് ആണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ? കുറച്ച് ആൽഫബറ്റ്സിൻ്റെ സൗണ്ട്സ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈസെൽഫ്, അതിൽ കുറച്ച് കാര്യങ്ങളല്ലേ, കൂട്ടുകാരുടെ പേരും കൂട്ടുകാർ ഒരു വിദ്യാർത്ഥിയാണ് എന്നതും പറയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് പറയാം മക്കളെ? എങ്ങനെയാണ് പറഞ്ഞേ? അയാം പറഞ്ഞേ മക്കളെ, എല്ലാവരും പറഞ്ഞേ, നിങ്ങളുടെ പേര് പറഞ്ഞേ. നിങ്ങൾ ആരാണ്? യെസ്, ഐ ആം അപ്പു. വെരി ഗുഡ്. എല്ലാ മക്കളും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പഠിച്ചു അല്ലേ. ഐ ആം അപ്പു, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ആമെന്ന് പറഞ്ഞാൽ എന്താണ്? ആകുന്നു, ഞാൻ ആകുന്നു. ആരാണ് ആകുന്നത്? എ സ്റ്റുഡൻറ്റ്. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഓർക്കുന്നുണ്ടോ? ഐ എന്ന് പറഞ്ഞാൽ മീനിങ് പറഞ്ഞേ, ഞാൻ. ആമെന്ന് പറഞ്ഞാൽ ആകുന്നു, ഞാൻ ആരാകുന്നു? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറയാൻ പഠിച്ചു, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയാൻ പഠിച്ചു. ഓക്കെ, നമ്മളെല്ലാ കാലം ഇങ്ങനെ കുട്ടികളായിട്ട് സ്റ്റുഡൻസായിട്ട് അങ്ങനെ ഇരിക്കുകയാണോ? അല്ല അല്ലേ. നമ്മൾ പഠിച്ച് വലുതായിട്ട് ചിലപ്പം കുറേ ആളുകൾ ഡോക്ടറാവാം, കുറേ ആളുകൾ ടീച്ചറാവാം, കുറേ ആളുകൾ വലിയ വലിയ വെഹിക്കിൾസിൻ്റെയൊക്കെ ഡ്രൈവറാവാം, അല്ലെങ്കിൽ പോലീസുകാരാവാം അല്ലേ. അങ്ങനെ പല പല ആഗ്രഹങ്ങളുള്ളവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങളിപ്പോൾ പഠിച്ച് വലിയ ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് നിങ്ങളൊരു ഡോക്ടറാവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് എന്നൊന്ന് മക്കൾ ഒച്ചത്തിൽ പറഞ്ഞേ, കേൾക്കട്ടെ മിസ്. ഞാനെന്ന് പറയാൻ ഐ, ആകുന്നു എന്ന് പറയാൻ ആം. ഐ ആം, ഞാനാകുന്നു. ആര്? ഒരു ഡോക്ടർ. ഒരു എന്ന് പറയാൻ അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയാൻ എ. അപ്പം ഐ ആം എ, പറഞ്ഞേ, ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. വെരി ഗുഡ്. എല്ലാ മക്കളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കേ. ഞാനൊരു ഡോക്ടറാണ് എന്നെങ്ങനെയാണ് പറയുക? ഞാനൊരു ഡോക്ടർ ആകുന്നു എന്നെങ്ങനെയാണ് പറയുക? ഐ ആം എ ഡോക്ടർ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മകൾ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞേ, ഞാനൊരു ടീച്ചറാകുന്നു എന്നെങ്ങനെയാണ് പറയുക? പറഞ്ഞേ മക്കളെ, ഞാനൊരു ടീച്ചറാകുന്നു. പറഞ്ഞേ, യെസ് യെസ്. എങ്ങനെയാണ്? ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. എല്ലാവരും ഒച്ചത്ത് പറഞ്ഞേ, ഐ ആം എ ടീച്ചർ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡ്രൈവർ ആകുന്നു എന്നെങ്ങനെയാണ് പറയാം മക്കളെ? പറഞ്ഞേ, ഐ ആം എ ഡ്രൈവർ. പറഞ്ഞേ മക്കളെ, ഐ ആം എ ഡ്രൈവർ. ഓക്കെ, ഇനി മിസ് എന്ത് ചെയ്യാം? മലയാളത്തിൽ പറയാം, മക്കൾ അത് ഇംഗ്ലീഷിൽ പറയണം. ഓക്കെ, എങ്കിൽ ആദ്യം പറഞ്ഞേ, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. പറഞ്ഞേ, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? പറഞ്ഞേ, യെസ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. വെരി ഗുഡ്. ഞാനൊരു ഡോക്ടർ ആകുന്നു. പറഞ്ഞേ, ഐ ആം എ ഡോക്ടർ. ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ മക്കളെ പറഞ്ഞേ, ഞാനൊരു ഡ്രൈവർ ആകുന്നു. പറഞ്ഞേ, ഐ ആം എ ഡ്രൈവർ. വെരി ഗുഡ്. പറഞ്ഞേ മക്കളെ, ഞാനൊരു ടീച്ചർ ആകുന്നു. ഐ ആം എ ടീച്ചർ. ക്ലിയർ? ഓക്കെ ആണല്ലോ. എങ്കിൽ മക്കൾ ഇത് പറയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? വളർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറോ ടീച്ചറോ അല്ലെങ്കിൽ ഡ്രൈവറോ പോലീസ്മാനോ ഒക്കെ നിങ്ങൾക്ക് ആവാം. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയാനായിട്ട് നമ്മൾ പഠിച്ചൂലേ? ആരാണ്? ഐ ആം എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡ്രൈവർ. പറഞ്ഞൂടെ മക്കളെ? ഓക്കെ, അപ്പോൾ സെറ്റാണ്. എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി മിസ് മറ്റൊരു പുതിയ ആളെയാണ് മക്കൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നതാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? ഞാൻ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് മൈ. എന്താണ്? മൈ. മൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മീനിങ് വരുന്നത്? മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. എന്താണ്? എൻ്റെ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. പറഞ്ഞേ മക്കളെ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഞാൻ അപ്പു. എന്താണ്? ഞാൻ അപ്പു.
ഇനി മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ. എന്താണ്? എൻ്റെ. എൻ്റെ പേര് അപ്പു. ക്ലിയർ ആയോ? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. ഞാൻ അപ്പുവാണ്, എൻ്റെ പേര് അപ്പുവാണ്. ഓക്കെ, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ മക്കളെ? രണ്ടും പറയുന്നതിൽ തമ്മിൽ വ്യത്യാസമല്ലേ? ഒന്നെന്താ പറഞ്ഞത്? ഞാൻ അപ്പുവാണ്, ഐ ആം അപ്പു. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത്? എൻ്റെ പേര് അപ്പു. എൻ്റെ എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൈ. എം വൈ. എന്താണ് സ്പെല്ലിങ് വരുന്നത്? എം വൈ. മൈ. ഓർത്തിരിക്കുക, മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. ഓർത്തിരിക്കണേ. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് പോവാണേ. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ കൂടി മിസ് പരിചയപ്പെടുത്താണ്. ഈസ്. എന്താണ്? ഈസ്. ഈസ് എന്ന് പറഞ്ഞാലും മീനിങ് എന്താ മക്കളെ? ആകുന്നു. എന്താണ്? ആകുന്നു. ഈസ്. ഐ എസ്. എന്താ മീനിങ്? ആകുന്നു. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞേ, എൻ്റെ പേര് അപ്പു ആകുന്നു. പറഞ്ഞേ, എൻ്റെ. എൻ്റെ എന്ന് പറയാൻ നമുക്കറിയാം എന്താണ്? മൈ. എൻ്റെ പേര്. പേരിന് എന്താ പറയുക? എന്താ പറയുക? നെയിം. മൈ നെയിം. എന്താണ്? എൻ്റെ പേര് എന്താകുന്നു? അപ്പു ആകുന്നു. ആകുന്നു എന്ന് പറയാൻ നമുക്കറിയാം ഈസ്. അപ്പം മൈ നെയിം. മൈ നെയിം ഈസ്. മൈ നെയിം ഈസ് അപ്പു. മനസ്സിലായോ മക്കളെ? നേരത്തെ ഐ ആം അപ്പു എന്ന് പറയാൻ നാം പഠിച്ചു. ഞാൻ അപ്പു ആണ് എന്ന് പറയാൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കണം? എൻ്റെ പേര് അപ്പു ആകുന്നു എന്ന് പറയാൻ പഠിക്കണം. എങ്ങനെയാണ്? മൈ നെയിം ഈസ് അപ്പു. എല്ലാവരും ഈ അപ്പു മാറ്റിയിട്ട് അവിടെ മക്കളുടെ പേര് ചേർത്ത് ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ പേര് എന്താകുന്നു? നിങ്ങളുടെ പേരെന്താകുന്നത്? മൈ നെയിം ഈസ് അനു പറയുന്നുണ്ട്. മൈ നെയിം ഈസ് ധന്യ പറയുന്നുണ്ട്. മൈ നെയിം ഈസ് ലിയ പറയുന്നുണ്ട്. മൈ നെയിം ഈസ് ഫാത്തിമ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? അവിടെ അപ്പു എന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് വച്ചിട്ടൊന്ന് പറഞ്ഞേ, മൈ നെയിം ഈസ് അപ്പു. അപ്പു മാറ്റണേ. അപ്പു മാറ്റിയിട്ട് മക്കളുടെ പേര് പറയണം. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുന്നു. നെയിം എന്ന് പറഞ്ഞാൽ പേര്. എൻ്റെ പേര് അപ്പു ആകുന്നു. മൈ നെയിം ഈസ് അപ്പു. ഓക്കെ, അപ്പം എൻ്റെ പേര് പറയാൻ പഠിച്ചല്ലോ. നിങ്ങളുടെ പേരെന്താന്ന് പറയാൻ പഠിച്ചു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓർത്തിരുന്നോ? ഇനി നമ്മുടെ ക്ലാസ്സിൽ മിസ് ചെയ്ത് ഇനിയും ചോദിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ സെൻറ്റൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, മൈ നെയിം ഈസ് അപ്പു. ഈ അപ്പു മാറ്റിയിട്ട് അവിടെ കൂട്ടുകാർ നിങ്ങളുടെ പേര് ചേർക്കുക. എന്നിട്ട് എല്ലാവരും ഒന്നുകൂടി വച്ചത്ത് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് മിസ് ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ പേര് പറയാൻ പഠിച്ചു. എൻ്റെ പേര് അപ്പു ആകുന്നു എന്ന് പറയാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എങ്ങനെയാണ് പറയുക? എങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയുക? പറഞ്ഞേ, എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയുക? പറഞ്ഞേ. എൻ്റെ സ്കൂളിൻ്റെ പേര് എന്താണ് മിസ്? ഇപ്പോൾ സ്കൂളിന് ABC സ്കൂൾ. ഇതാണ് കേട്ടോ മിസ്സിൻ്റെ സ്കൂള്. അതിന് മിസ്സിൻ്റെ സ്കൂളിൻ്റെ പേരെന്താണ്? ABC സ്കൂൾ എന്നാണ്. അപ്പം മിസ്സ് പറയാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് ABC സ്കൂൾ എന്നാകുന്നു. എങ്ങനെയാണ് പറയുക? മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈ സ്കൂൾ. എൻ്റെ സ്കൂളിൻ്റെ നെയിം, പേരില്ലേ? മൈ സ്കൂൾ നെയിം. എൻ്റെ സ്കൂളിൻ്റെ പേര് ഈസ് ABC സ്കൂൾ. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. മൈ സ്കൂൾ നെയിം ഈസ് ABC സ്കൂൾ. പറഞ്ഞേ, മൈ സ്കൂൾ നെയിം ഈസ് ABC സ്കൂൾ. പറഞ്ഞേ. ഇവിടെ നിങ്ങൾ ABC സ്കൂൾ എന്നത് മാറ്റിയിട്ട് കൂട്ടുകാരുടെ സ്കൂളിൻ്റെ പേര് ഏതാണോ ആ പേര് വേണം പറയാനായിട്ട്. ഓക്കെ, എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഏതാണ്? മൈ സ്കൂൾ നെയിം ഈസ്. പറഞ്ഞേ, മൈ സ്കൂൾ നെയിം ഈസ്. ഒന്നുകൂടി ഒച്ചത്ത് പറഞ്ഞേ, മൈ സ്കൂൾ നെയിം ഈസ് ABC സ്കൂൾ. അവിടെ ABC സ്കൂൾ എന്നത് മാറ്റിയിട്ട് മക്കളുടെ സ്കൂളിൻ്റെ പേര് പറയണം. ഓക്കെ, അപ്പം എൻ്റെ പേര് മൈ നെയിം ഈസ് അപ്പു. മൈ സ്കൂൾ നെയിം ഈസ് ABC സ്കൂൾ. 2 കാര്യങ്ങൾ പഠിച്ചോ മക്കളെ? 2 കാര്യങ്ങൾ പറയാൻ പഠിച്ചോ? നിങ്ങളുടെ പേര് പഠിച്ചു, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയാൻ പഠിച്ചു. അങ്ങനെയാണേ പറഞ്ഞേ, എൻ്റെ അമ്മയുടെ പേര്. നിങ്ങളുടെ അമ്മയുടെ പേര് പറഞ്ഞേ. നിങ്ങളുടെ അമ്മയുടെ പേര് എന്താണാകുന്നത് നോക്കി പറഞ്ഞേ മക്കളെ. മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ.
മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ. പറഞ്ഞേ മക്കളെ, മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ. അവിടെ പ്രിയ എന്നത് മാറ്റിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയുടെ പേര് വേണം എഴുതാനായിട്ട്. ഓക്കെ, പറഞ്ഞേ എൻ്റെ അമ്മയുടെ പേര്. പറഞ്ഞേ മക്കളെ, മൈ മദേഴ്സ്. ഇവിടെ മദേഴ്സ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ. ഓക്കെ, സെറ്റാണല്ലോ മക്കളെ. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി പറയാം കേട്ടോ. എൻ്റെ അമ്മയുടെ പേര് എന്താണ്? പ്രിയ. അവിടെ പ്രിയ മാറ്റിയിട്ട് മക്കൾ നിങ്ങളുടെ അമ്മയുടെ പേര് വെച്ച് വേണം പറയാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞേ എൻ്റെ ഫാദറിൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര് ഒന്ന് മക്കൾ പറഞ്ഞേ. എങ്ങനെയാണ് പറയുക? മൈ ഫാദേഴ്സ് നെയിം ഈസ് രാജു. എന്താണ്? മൈ ഫാദേഴ്സ് നെയിം ഈസ് രാജു. രാജു മാറ്റിയിട്ട് മക്കളുടെ ഫാദറിൻ്റെ നെയിം വേണം അവിടെ പറയാനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേര് പറയാൻ പഠിച്ചു, സ്കൂളിൻ്റെ പേര് പഠിച്ചു, മദറിൻ്റെ പേരെങ്ങനെയാണ് പറയാമെന്ന് പഠിച്ചു, ഫാദറിൻ്റെ പേരെങ്ങനെയാണ് പറയാമെന്ന് പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? നമുക്ക് എല്ലാം മിസ് ക്ലാസ്സിൻ്റെ അവസാനം ഒരിക്കൽ കൂടി ചോദിക്കൂ കേട്ടോ. അപ്പം മക്കൾ പറയണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞേ മക്കളെ, നിങ്ങളുടെ ടീച്ചറുടെ പേര് എങ്ങനെയാണ് പറയുക? മൈ ടീച്ചേഴ്സ് നെയിം ഈസ് എന്താണ്? അനു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? മൈ ടീച്ചേഴ്സ് നെയിം ഈസ് അനു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബാക്കി ആൽഫബറ്റ്സിൻ്റെ സൗണ്ട്സ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, സി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരാളെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ് മക്കളെ? നോക്കിക്കേ, ക്യാപിറ്റൽ ലെറ്റർ ഡി. ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ഡി. എങ്ങനെയാണ് എഴുതുക? നോക്കിക്കേ, നമ്മളിങ്ങനെ താഴേക്ക് വന്നതിന് ശേഷം ഈ ടൂവിലൂടെ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇനി സ്മോൾ ലെറ്റർ ഡി എങ്ങനെയാണ് എഴുതുക? ഇവിടുന്ന് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മുകളിലോട്ട് വന്നിട്ട് എഗെയിൻ അതിൽ തന്നെ താഴേക്ക് വരിക. സ്മോൾ ലെറ്റർ ഡി, മമ്മ ലെറ്റർ ഡി, ബേബി ലെറ്റർ ഡി. ഓക്കെ, വിച്ച് വൺ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഡി? തന്നിട്ടുള്ള പിക്ചറിൽ ഏതാണ് മക്കളെ ലെറ്റർ ഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ഏതാണ്? പറഞ്ഞേ, ഏതാണ്? യെസ്, ഏതാണ്? ഡി ഫോർ ഡക്ക്. ഡി ഫോർ ഡക്ക്. എല്ലാവരും പറഞ്ഞേ, ഡി ഫോർ ഡക്ക്. പറഞ്ഞേ മക്കളെ, ഡി ഫോർ ഡക്ക്. ഓക്കെ, ഇനി നമുക്ക് ഡിയുടെ സൗണ്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മുടെ ഡിക്ക് വരുന്ന സൗണ്ടാണ് ഡ. എന്താ മക്കളെ? ഡ. പറഞ്ഞേ, ഡിയുടെ സൗണ്ട് ഏതാണ്? ഡ. ഡി മേക്ക് എ സൗണ്ട് ഓഫ് ഡ ഡ ഡ. എല്ലാവരും പറഞ്ഞേ മക്കളെ, ഡി മേക്ക് എ സൗണ്ട് ഓഫ് ഏതാണ്? ഡ ഡ ഡ. മകൾ സൗണ്ട് മാത്രം പറഞ്ഞാൽ മതി. മിസ്സ് പാട്ടിൻ്റെ ആദ്യത്തെ ലൈന് മിസ്സ് പറയാം. മക്കൾ എന്ത് ചെയ്യുക? അതിൻ്റെ സൗണ്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഡി മേക്ക് എ സൗണ്ട് ഓഫ്. പറഞ്ഞേ, യെസ്, വെരി ഗുഡ്. ഡ ഡ ഡ. ഡി ഫോർ ഡോഗ്. ഡി ഫോർ ഡാൻസ്. ഡിയുടെ സൗണ്ട് എന്താണ്? ഡ. ഡ ഡോഗ് ഡ ഡാൻസ്. ഓക്കെ, ഡ ഡോഗ് ഡ ഡാൻസ്. ഡിയുടെ സൗണ്ട് എന്താണ്? ഡ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലോട്ട് പോവാം. ഏതാണ്? ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇ. നോക്കിയേ മക്കളെ, ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ഇ. ദെൻ സ്മോൾ ലെറ്റർ ഇ. മമ്മ ലെറ്റർ എ, ബേബി ലെറ്റർ ഇ. ഓക്കെ, വിച്ച് വൺ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഇ? വിച്ച് വൺ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഇ? ഏതാണ് മക്കളെ ഇ എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതാണ്? യെസ്, ഇ ഫോർ എഗ് പ്ലാന്റ്. ഇ ഫോർ എഗ് പ്ലാന്റ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇ ഫോർ എഗ് പ്ലാന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇയുടെ സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? നമ്മുടെ എയെ പോലെ തന്നെ കുറച്ചധികം സൗണ്ട്സ് ഉള്ള ഒരാളാണ് ആര്? നമ്മുടെ ഇ എന്ന് പറയുന്ന ആൽഫബറ്റ്. ഓക്കെ, ഇക്ക് ഇ എന്നുള്ള ശബ്ദവും എ എന്നുള്ള ശബ്ദവും എ എന്നുള്ള ശബ്ദവും ഇ എന്നുള്ള ശബ്ദവും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഇ, എ, എ. ഏതൊക്കെയാണ്? ഇ, എ, എ. ഈ 4 ശബ്ദങ്ങളാണ് മെയിൻലി നമുക്ക് ഇയിൽ കണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം.
ഇ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഏതാണ് ഇ എന്നുള്ള ശബ്ദമുണ്ട്. ഇക്ക് ഏതാണ് ഇയ. ഇ ഇയ. ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെവിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക ഇയ എന്ന് പറയുന്നത്. നമ്മൾ ബോഡി പാർട്സിൻ്റെ പേരുകളൊക്കെ നമ്മൾ വഴിയെ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കൂ കേട്ടോ. ഓക്കെ, ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈയുടെ ഒരു സൗണ്ടാണ് ഇ എന്നത്. എന്താണ് ഇ ഇയർ. അടുത്തത് ഈ എന്ന ശബ്ദമാണ് അല്ലേ. അപ്പം നമ്മൾ പറയാറുണ്ട് ഈവനിങ്. എന്താണ് ഈവനിങ്. എന്താണ് ഈവനിങ്. ഓക്കെ, അപ്പോൾ രണ്ട് ശബ്ദം നമ്മൾ പഠിച്ചു, ഇ ഇയർ, ഈ ഈവനിങ്. അടുത്തത് എന്താണ് എ. ഈയുടെ ഒരു ശബ്ദമാണ് എ. എ എന്ന് പറഞ്ഞാൽ എവരി. എ എവരി. അടുത്തത് ഏതാണ് വരുന്നത്, എ എന്നുള്ള ശബ്ദമാണ് അല്ലേ. നോക്കിക്കേ, എ ഏൺ. എന്താണ് ഏൺ. എ എന്താണ് ഏൺ. ഓക്കെ, അപ്പം 4 ശബ്ദങ്ങളാണ് മെയിൻലി ഈക്ക് വരുന്നത്. ഇ ഈ എ എ. ഇ എന്നുള്ളത് ഏതാണ്, ഒന്നുകൂടി നമുക്ക് പറയാം. ഇ എന്നുള്ളത് ഏതാ പറഞ്ഞേ, ഇ എന്ന് വരുന്നത് ഈവനിങ്. ഈ ഈവനിങ്. എ ഏൺ. എ എവരി. ഇ ഇയർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഈയുടെ ശബ്ദം ഏതൊക്കെയാണ്, ഇ ഈ എ എ. ആ ഒരു ഓർഡറിൽ വേണമെങ്കിൽ മക്കൾ അങ്ങനെ പഠിച്ചോ, അതായിരിക്കും കുറച്ചും കൂടി ഈസി പറയാൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ പരിചയപ്പെട്ടു. അടുത്തതിന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആരാണ് മക്കളെ, യെസ്, മമ്മ ലെറ്റർ എഫ്. ഏതാണ് മമ്മ ലെറ്റർ എഫ്, ബേബി ലെറ്റർ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എഫ്. വിച്ച് വൺ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ എഫ്. ലെറ്റർ എഫ് നോക്കിക്കേ മക്കളെ, അതിൽ ലെറ്റർ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഏതാണ് ഏതാണ് യെസ്, എഫ് ഒ. എഫ് ഒ ഫ്ലവർ. എഫ് ഒ ഫ്ലവർ. ഇതാണ് എഫ് ഒ ഫ്ലവർ. ഇനി എഫിൻ്റെ സൗണ്ട് എന്താണ് മക്കളെ, എഫിൻ്റെ സൗണ്ടാണ് ഫ്. എഫ് മേക്ക് എ സൗണ്ട് ഓഫ് ഫ് ഫ് ഫ്. പറഞ്ഞേ മക്കളെ, എഫ് മേക്ക് എ സൗണ്ട് ഓഫ് ഫ് ഫ് ഫ്. എഫ് ഫ്. ഫ് ഫാൻ. പറഞ്ഞേ, ഫ് ഫാൻ. ഫ് ഫോക്സ്. ഫ് ഫാൻ. ഫ് ഫോക്സ്. ഫ് ഫ്ലവർ. ഓക്കെ, എഫിൻ്റെ സൗണ്ട് എന്താണ്, ഫ്. എന്താണ് എഫിൻ്റെ സൗണ്ട് വരുന്നത്, ഫ് എന്നുള്ള ശബ്ദമാണ് എഫിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ. അപ്പം നമ്മൾ എഫിൻ്റെ സൗണ്ട് പരിചയപ്പെട്ടു. ഓക്കെ, ഇനി മിസ് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പോവുകയാണേ. ആ ഓരോ ക്വസ്റ്റ്യൻ കേട്ടിട്ട് മക്കൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ മിസ്സിന് ഇംഗ്ലീഷിൽ പറഞ്ഞു തരണം. കാര്യം നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. നെയിം നെയിം. വാട്ട് ഈസ് യുവർ നെയിം. എന്താണ് നിങ്ങളുടെ പേര്. പറഞ്ഞേ, എൻ്റെ പേര് അപ്പു. പറഞ്ഞേ മക്കളെ, എങ്ങനെയാണ് എൻ്റെ പേര് അപ്പു. പേര് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ പേര് അപ്പു ആകുന്നു, അങ്ങനെ വേണം പറയാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ പറയാ, യെസ്, മൈ നെയിം ഈസ് അപ്പു. പറഞ്ഞേ, മൈ നെയിം ഈസ് അപ്പു. വെരി ഗുഡ്. ഇതിന് ആൻസർ പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാര്യമാക്കേണ്ട, ക്ലാസ് ഒന്നുകൂടി കാണാം, മക്കൾ പഠിക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ സ്കൂൾ. വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. സ്കൂളിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ സ്കൂളിൻ്റെ പേര് ABC സ്കൂൾ എന്നാകുന്നു എന്ന് വേണം പറയാൻ. ABC സ്കൂൾ എന്നത് മിസ്സ് പറഞ്ഞതാണ്, അത് മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയാം. ഓക്കെ, എങ്ങനെയാണ്, മൈ സ്കൂൾ നെയിം ഈസ് ABC സ്കൂൾ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ ക്ലാസ് ടീച്ചർ. വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ ക്ലാസ് ടീച്ചർ. എങ്ങനെയാണ് പറയുക, മൈ ടീച്ചേഴ്സ് നെയിം ഈസ് എന്താണ്, ഓക്കെ, അനു. എന്താണ്, അനു. മക്കൾ നിങ്ങളുടെ ടീച്ചറുടെ പേര് വെച്ച് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ ഫാദർ. വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ ഫാദർ. എങ്ങനെയാണ് പറയുക, മൈ ഫാദേഴ്സ് നെയിം ഈസ് രാജു. മൈ ഫാദേഴ്സ് നെയിം ഈസ് രാജു.
ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ മദർ? നിങ്ങളുടെ മദറിൻ്റെ പേര് പറഞ്ഞ മക്കളെ എന്താണ്? യെസ്, മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ. മൈ മദേഴ്സ് നെയിം ഈസ് പ്രിയ. ഓക്കെ, മിസ് ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യനും ആൻസർ പറയാൻ പറ്റുന്നവരുണ്ടോ മക്കളെ? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. കുറച്ച് കൂട്ടുകാർക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട, മക്കൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെയും ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.